ടീടെക്കിൻ്റെ ഫുള്ളി ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീനാണ് ഈ കാണുന്നത്. ഡബിൾ സ്റ്റേജ് മെഷീനാണ്. 2 വൈബ്രേറ്ററാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ബിന്ന് വരുന്നത്. ഇത് ഡിസ്പ്ലേ ആണ് നമ്മുടെ പ്രിൻ്ററിൻ്റെ. അതുപോലെ HMI ആണ് ഈ കാണുന്നത്. ഇവിടത്തിലെയാണ് നമ്മളുടെ പാക്ക് ചെയ്ത് പ്രൊഡക്റ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇത് അടുത്തൊരു മെഷീൻ്റെ വർക്കിംഗ് ആണ് ഈ കാണുന്നത്. ഇത് ഡബിൾ ഹെഡ് വരുന്നതാണ്. നേരത്തെ കണ്ടത് സിംഗിൾ ഹെഡാണ്, ഡബിൾ ഹെഡാണ് ഇതിൽ വരുന്നത്. ഈ മെഷീൻ ആകുമ്പോൾ നമുക്ക് 4 ഹെഡാണ് വരുന്നത്. ഇതിൻ്റെ സീലിംഗ് യൂണിറ്റാണ് ഈ താഴെ കാണുന്നത്. നമ്മൾ ഹെഡിൻ്റെ എണ്ണം നോക്കാം. 1 2 3 4 ഹെഡാണ് നമ്മൾക്ക് ഈ മെഷീനിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 പാക്കറ്റ് മുതലാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ ബിന്ന് വരുന്നത്. ഇവിടെ നമുക്ക് വൈബ്രേറ്റേഴ്സ് ആഡ് ആവും. ഇത് സിംഗിൾ സ്റ്റേജ് 4 ഹെഡ് മെഷീനാണ് ഈ കാണുന്നത്. ഇത് നമ്മളുടെ വേറൊരു മെഷീൻ്റെ പ്രോസസ്സിങ് തുടങ്ങിയിട്ടുള്ളതാണ്. അസംബ്ലിംഗ് ലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇതും നമ്മൾക്ക് ഓഗർ ഫില്ലർ യൂണിറ്റ് വരുന്നതാണ്. നമ്മളുടെ പൗഡറിന് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്യുന്ന മെഷീനാണിത്. ഇതിൻ്റെ മുകളിൽ ഫില്ലിംഗ് യൂണിറ്റ് വരുമ്പോൾ ഓഗർ ഫില്ലറാണ് വരുന്നത്. ഇത് നമ്മളുടെ ഫാബ്രിക്കേഷൻസ് റെഡി ആയിരിക്കുന്നതാണ്. അസംബ്ലി ലൈനിൽ വേണ്ടിയിട്ട് ഫാബ്രിക്കേഷൻസ് റെഡി ആയിരിക്കുന്നതാണ്. ഇതിനകത്താണ് നമ്മളുടെ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ വൈബ്രേറ്റർ വരുന്നത്. ഈ കാണുന്നതാണ് വൈബ്രേറ്റർ. ഇതിനെയാണ് നമ്മൾ അതിനകത്ത് ഘടിപ്പിക്കുന്നത്. ഇതെല്ലാം ഇരിക്കുന്നത് നമ്മളുടെ സ്റ്റിറർ ബിന്നുകളാണ്. ഇപ്പോൾ നമുക്ക് ഈ മെഷീൻ്റെ ഇത് ഡബിൾ സ്റ്റേജ് സിംഗിൾ ഹെഡ് മെഷീൻ്റെ ഓപ്പറേഷനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് 2 സ്റ്റേജിലായിട്ട് നമ്മൾ മെഷർ ചെയ്താണ് പോകുന്നത്. ഈ വൈബ്രേറ്റർ 2 സ്റ്റേജ് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിപ്സ് മുതലായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ബ്രേക്കേജ് ഒഴിവാക്കുക, ആക്യുറസി കുറച്ചുകൂടി ഫൈനായിട്ട് നമുക്ക് എടുക്കാം. വൈബ്രേറ്ററിലേക്ക് നമ്മളുടെ വരുന്നു. ഫസ്റ്റ് വൈബ്രേറ്ററിൽ നിന്ന് സെക്കൻഡ് വൈബ്രേറ്ററിൽ വരുന്നു. സെക്കൻഡ് വൈബ്രേറ്ററിൽ നിന്ന് അത് ആവശ്യാനുസരണം മെഷർ ചെയ്ത് നമ്മളുടെ വെയർ ബിന്നിലേട്ടാണ് വരുന്നത്. ഇതിനകത്തായിട്ട് അടുത്ത് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന വെയിറ്റ് ആകുമ്പോൾ ഇത് സ്റ്റോപ്പ് ആവും. അതിനുശേഷം ഇത് ഡിസ്പെൻസ് ചെയ്യുന്നു. പിന്നെയും ഇത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കും. സിംഗിൾ ഹെഡിൽ നമുക്ക് ആവറേജ് 6 പാക്കറ്റാണ് പെർ മിനിറ്റ് സ്പീഡ് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ഫിലിം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നോക്കിയാൽ തിരിച്ചറിയാം. ഇപ്പോൾ നമ്മൾക്ക് വേണ്ട ഡീറ്റെയിൽസ് അവിടെ ബാച്ച് കോഡ് പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇത് ഡിജിറ്റലി സെറ്റ് ചെയ്യാവുന്നതാണ് നമ്മളുടെ ബാച്ച് കോഡ് വരുന്നത്. ഇപ്പോൾ നമ്മളുടെ ഡേറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഡിജിറ്റലി എഡിറ്റ് ചെയ്ത് മാറ്റാം, വലിപ്പം കൂട്ടാം. ഈ കാണുന്നതാണ് നമ്മളുടെ ഇപ്പോൾ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ബാച്ച് കോഡ് വരുന്നത്. ഇപ്പോൾ 50 ഗ്രാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ, അതാണ് ഇപ്പോൾ നമ്മൾ രണ്ടാമത് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പൊസിഷനൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മളുടെ HMI ആണ് ഈ കാണുന്നത്. അതിനകത്താണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇതൊരു നൈട്രജൻ ഫിൽഡ് മെഷീൻ കൂടിയാണ്. ഇതിനകത്ത് പ്രോഡക്റ്റ് ഫില്ല് ചെയ്ത് പാക്ക് ചെയ്ത് നൈട്രജൻ ഫ്ലഷ് ചെയ്ത് വരുന്നതാണ് കാണുന്നത്. ഇത് നമ്മളൊരു ബനാന ചിപ്സ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെഷീൻ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നൈട്രജൻ ഫ്ലഷിങ് കാര്യങ്ങൾ ഡിജിറ്റൽ കോഡിങ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. ഇപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഇതിനകത്ത് ഡിജിറ്റൽ കോഡ് പ്രിൻ്റ് ആയിരിക്കുന്നത് കാണാം. അതുപോലെ നൈട്രജൻ ഫില്ലായി അത് നല്ല പില്ലോ സൈസിൽ നമുക്കത് വന്നിരിക്കുന്നത് കാണാം. ഇതാണ് നമ്മളുടെ സിംഗിൾ ഹെഡ് മെഷീൻ വരുന്നത്. പിന്നെ ഇത് നമ്മളുടെ Z ടൈപ്പ് എലിവേറ്ററാണ് വരുന്നത്. ഇത് നമുക്കിപ്പോൾ ഇത് പ്രോഡക്റ്റ് മെഷീൻ്റെ മുകളിലുള്ള ബിന്നിനകത്തായിട്ട് എത്തിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, ഹോപ്പറിൽ എത്തിക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ മെറ്റീരിയൽ ഇട്ട് കൊടുത്താൽ അത് ആവശ്യാനുസരണം കപ്പ് വഴി പിക്ക് ചെയ്ത് മുകളിൽ വന്ന് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഹെഡിനെ നമ്മളുടെ ഈ കാണുന്ന ഹൂപ്പറിന് മുകളിൽ പ്ലേസ് ചെയ്യുക. അതിനുശേഷം മെറ്റീരിയലിനെ Z ടൈപ്പ് എലിവേറ്ററിൻ്റെ താഴെയുള്ള പോർഷനിൽ ഫില്ല് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി അത് ഹൂപ്പർ ഫില്ല് ചെയ്യും.